പാർലമെന്റിൽ അതിക്രമിച്ചു കയറി പ്രതിഷേധിച്ചവരെ ചില രാഷ്ട്രീയ കക്ഷികൾ പിന്തുണച്ചുവെന്നും അത് അപകടകരമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയെ ഒരുമിച്ച് അപലപിക്കണമായിരുന്നു. സർക്കാരിനെ പുറത്താക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇന്ത്യ മുന്നണിക്കുള്ളതെന്നും BJP പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, ഈ സഭയിൽ വരാതെ എവിടെയിരുന്നാണ് ഈ കാര്യങ്ങളെല്ലാം മോദി പറയുന്നത്? പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത BJPയുടെ പാർട്ടി യോഗത്തിലാണ് ഇപ്പോൾ ഈ പാർലമെന്റ് സുരക്ഷാ വീഴ്ചയുമായി സംബന്ധിച്ചുള്ള വീണ്ടും ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച ഉണ്ടായി എന്നുള്ളത് പ്രധാനമന്ത്രി പ്രത്യക്ഷമായി തന്നെ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ഒപ്പം ചില പാർട്ടികൾ ഇതിന് പിന്തുണയ്ക്കുന്നു, അത് അപകടകരമാണ് എന്നുള്ള ഒരു പ്രതികരണം കൂടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഒപ്പം ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇന്ന് ചേരാനിരിക്കുകയാണ്. അതിനെതിരെയും പ്രധാനമന്ത്രി ഈ യോഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. അതായത് ഇന്ത്യ സഖ്യം ഈ സർക്കാരിനെ പുറത്താക്കുവാനാണ് ശ്രമിക്കുന്നത്, പക്ഷേ ഈ സർക്കാർ ശ്രമിക്കുന്നത് നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കുവാനാണ് എന്നുള്ളതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണം. ഒപ്പം തന്നെ ഈ പാർലമെന്റ് സുരക്ഷാ വീഴ്ചയുമായി സംബന്ധിച്ചിട്ടുള്ള ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഈ പാർലമെന്റിലുണ്ടായ ഈ സുരക്ഷാ വീഴ്ചയെ ഒരുമിച്ച് അപലപിക്കുകയാണ് ചെയ്യേണ്ടത്. അതിൽ ഈ പിന്തുണ നൽകുന്നത് അത്ര നല്ലതല്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യമാണ്, ഈ പ്രതിപക്ഷത്തിൻ്റെ നിരന്തര ആവശ്യമായിരുന്നു പ്രധാനമന്ത്രി ഇരു സഭകളിലും ഇത് സംബന്ധിച്ചൊരു വിശദീകരണവും നടത്തണമെന്നുള്ളത്. പക്ഷേ അത് ഇതുവരെയും ഈ രണ്ട് സഭകളിലും നടന്നിട്ടില്ല. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി വീണ്ടും പാർട്ടി യോഗത്തിൽ ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്. വേണോ? ശരി, പാർലമെന്റിൽ വരാതെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രതികരിക്കുകയാണ് പ്രധാനമന്ത്രി. വിശദാംശങ്ങളാണ് അച്യുതൻ ഡൽഹിയിൽ നിന്ന് നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.